السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. نويت الاعتكاف في هذا المسجد الله تعالى. പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഇരുത്തും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്തി ഉറങ്ങുന്നവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മളെയൊക്കെ അള്ളാഹു സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഓരോ വെള്ളിയാഴ്ചയും ഒരു മോമിനായ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ തൗഫീഖാണ്. ആഴ്ചയുടെ ദിവസങ്ങളുടെ നേതാവായി പരിശുദ്ധ ഇസ്ലാം നമ്മളിലേക്ക് സമ്മാനമായി നൽകിയതാണ് പരിശുദ്ധമായ യൗമുൽ ജുമുഅ. പഴയ കാലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചക്ക് വേണ്ടി വ്യാഴാഴ്ച ഉച്ച മുതൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ ഒരുങ്ങുന്ന ഒരു തലമുറ നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്. നാളെ ധരിക്കാനുള്ള വസ്ത്രം, അതിന് നാളേക്ക് നമ്മുടെ ജോലികളൊക്കെ ഇന്ന് തന്നെ സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു തെർത്തീബ്, ജുമുഅക്ക് വേണ്ടി മാത്രം ധരിക്കാനുള്ള പ്രത്യേകമായ വസ്ത്രം, അങ്ങനെയൊക്കെ പരിശുദ്ധമായ വെള്ളിയാഴ്ചയെ വലിയ മഹത്വത്തോടു കൊണ്ട് കണ്ടിരുന്നുള്ള ഒരു തലമുറ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ നിലക്കുള്ള വലിയ ഒരു നന്മ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിക്കില്ല. സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം ളുഹർ 4 റക്അത്ത്. വെള്ളിയാഴ്ച ജുമയിലേക്ക് വരുമ്പോൾ ആ 4 റക്അത്തിനെ ചെറുതാക്കി 2 റക്അത്ത്, എന്നിട്ട് 2 റക്അത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു പ്രത്യേകമായ 2 ഖുതുബ, അത് 40 ആളുകളെ കേൾപ്പിക്കൽ നിർബന്ധം. ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ആ ഖുതുബയിലൂടെ ജനങ്ങളിലേക്ക് വസിയത്ത് ചെയ്യാൻ എല്ലാ ആഴ്ചയിലും പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കുന്ന ഒരേ ഒരു സംഗതി, ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതും വെള്ളിയാഴ്ചയുടെ നന്മകൾ നമുക്ക് ലഭിക്കുന്നതും അത്തരമൊരു ശ്രേഷ്ഠമായ ദിവസത്തെ നമുക്ക് നൽകിയതും ആ നാട്ടിൽ വസിക്കുന്നത് തന്നെയായ 40 ആളുകളെ കേൾപ്പിച്ച് അവരെല്ലാം ഒരുമിച്ച് കൂടി കൃത്യമായ ഒരു വസിയത്ത് എല്ലാ നാട്ടിലും നടക്കണം, എല്ലാ ആഴ്ചയും നടക്കണം. അത് ഒന്ന് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വസിയത്ത് ചെയ്യേണ്ട ഒരു സംഗതി കൂടി ആയതുകൊണ്ടാണ് നിർബന്ധമായി ജുമയുടെ ഉജൂബിയത്ത് അങ്ങനെയാണല്ലോ. ഓരോ ആളുകൾക്കും നിർബന്ധമായി പള്ളിയിൽ പങ്കെടുക്കേണ്ട നിർബന്ധ ബാധ്യതയാണ് ജുമുഅ നിസ്കാരം എന്നുള്ളത്. ജുമുഅ നഷ്ടപ്പെടൽ മുനാഫിക്കിന്റെ ലക്ഷണമാണ്, ഖൽബിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹബീബിന്റെ വാക്കിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. പ്രത്യേകിച്ച് ഇവിടെ നിന്നല്ല, പല ഭാഗങ്ങളിലൊക്കെ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം പണ്ടൊക്കെ നമ്മുടെ മോമിനിങ്ങൾക്ക് തൊപ്പി വെച്ച് താടി വെച്ച് അങ്ങാടിയിൽ വെള്ളിയാഴ്ച ജുമുഅന്റെ നേരത്ത് നിൽക്കുക എന്നുള്ളൊരു മടി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. ആളുകൾക്ക് അതൊക്കെ ഇനിയിപ്പോ നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന രീതിയിലേക്ക് കടകൾ തുറക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്ന് പറയുമ്പോ ഈ ജുമയോടുള്ള ഒരു മാനസികമായിട്ട്, ജുമ നിസ്കരിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം, മാനസികമായിട്ട് അതിനോടുള്ള ഒരു താല്പര്യവും അതിനുള്ള പ്രാധാന്യവും നമ്മുടെ മനസ്സിൽ നിന്ന് തലമുറയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ തഖ്വ കൊണ്ടുള്ള വസിയത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നു എന്ന് 2 ഖുതുബയിലും പ്രതിപാദിച്ചാലേ ഖുതുബ ശരിയാവുള്ളൂ, ജുമുഅ ശരിയാവുള്ളൂ. അത് കേൾക്കൽ നിർബന്ധമാണ്. സംസാരിച്ചാൽ ജുമുഅ വെള്ളിയാഴ്ച മോദത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവും ഒരു സിറ്റുവേഷനും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരണം. പരിശുദ്ധമായ ഖുതുബയുടെ എല്ലാ വെള്ളിയാഴ്ച ഖുതുബയുടെയും ഒന്നാമത്തെ ഖുതുബയുടെ അവസാനത്തിൽ അള്ളാഹു പറയുന്ന ആയത്ത് എല്ലാ ആഴ്ചയോട്
വെച്ച് ഓതുന്നുണ്ട്. ഖുത്ബയോട് കൂടെ നമ്മൾ സഞ്ചരിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം ട്ടോ. വഖൂലു ഖൗലൻ സദീദ, പടച്ച റബ്ബിനെ സൂക്ഷിക്കൽ എങ്ങനെയാ മഹാന്മാര് തഫ്സീർ ചെയ്യുന്നുണ്ട്. അല്ലാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, മുത്തുറസൂൽ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് പരിശുദ്ധ അല്ലാഹ് എന്ത് പറഞ്ഞു, പരിശുദ്ധമായ റസൂൽ എന്ന് പറഞ്ഞു എന്നതിന് പ്രാധാന്യം കൊടുക്കുക. അവിടെയാണ് തഖ്വ എന്നുള്ളത്. ആ തഖ്വ തന്നെയാണ് ഈ ആയത്തിന്റെ അവസാനവും പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വഖൂലു ഖൗലൻ സദീദ. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കണം, നല്ല സംസാരം മാത്രം. നമ്മുടെ വാക്കുകൊണ്ട് ആർക്കും ഒരു പരിക്ക് പറ്റരുത്. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വോയിസ് ഇടുമ്പോൾ, ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ, അതുകൊണ്ടൊരു സമൂഹത്തിന്, സമുദായത്തിന്, മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. സത്യം മാത്രം പറയുകയും ആൾക്കാരുള്ള മാത്രം മാത്രമേ ഖുർആൻ നിങ്ങൾ വിശ്വാസികളായുകയും അമലു സ്വാലിഹാത്ത് ചെയ്തവർക്കാണ് സ്വർഗത്തിന്റെ വാഗ്ദാനങ്ങളൊക്കെ നടക്കുന്നത്. ഈമാൻ മാത്രമല്ല, അതിനോട് കൂടെയുള്ള സുഹൃതങ്ങളുണ്ട്. ഖുർആൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ആ കർമ്മങ്ങൾ നന്നാക്കി തരാൻ നിങ്ങൾ നല്ല സംസാരവും ഈമാനും കൊണ്ട് നടന്നാൽ സാധിക്കുമെന്ന യുസ്ലിഹു ലക്കും അഅ്മാലക്കും, പടച്ച റബ്ബ് നിങ്ങൾക്ക് അമലുകൾ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നശ്വരമായ ദുനിയാവിലൂടെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ തിന്മകൾ അല്ലാഹ് പുറത്തു തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും. പിന്നെ പടച്ച റബ്ബ് പറയാ യുതിഇല്ലാഹ വറസൂലുഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ അവനക്ക് വലിയ വിജയമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ ആഴ്ചയും ഖുത്ബയിൽ ഒന്നാമത്തെ ഖുത്ബ സമാപിക്കുന്നത് ഈ ആയത്ത് ഓതിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഓർമ്മ നമ്മൾക്കൊക്കെ ഉണ്ടാകണം. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളയും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അള്ളയും റസൂലും വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈക്കൊണ്ട് ശിഷ്ടകാലം ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പൂർത്തീകരിച്ച് നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളൊക്കെ ഇന്നൊരു ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇന്ന് ദീനി സംവിധാനത്തിലൂടെ അള്ളാഹുവിന്റെ യഥാർത്ഥ ആ ദീനി അടിയുറച്ച് വിശ്വസിക്കാൻ പാകപ്പെടുത്തിയ രീതിയിൽ ഇന്നലകളിൽ ഒരു നൂറ്റാണ്ട് കാലം നമ്മുടെ ഈമാനിന് കവചം നിന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു സുരക്ഷാ കവചം തീർത്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പൂർത്തീകരിച്ച് അതിന്റെ അടുത്ത നൂറ്റാണ്ടുകളിലേക്കുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മളൊക്കെ അറിഞ്ഞതുപോലെ അതിന്റെ തഹിയ എന്ന പേരിൽ ഒരു ഫണ്ട് നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അടുത്തൊരു 100 വർഷത്തേക്ക് കേരള മാതൃകയിൽ പരിശുദ്ധ ഇസ്ലാമിനെ തമിഴ്നാട്ടിൽ പരിചയപ്പെടുത്തുന്ന എജു സിറ്റികളെ പോലോത്ത, അല്ലെങ്കിൽ ഇ ലേണിംഗ് സെന്ററിനെ പോലോത്ത ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പരിശുദ്ധ ഇസ്ലാം പഠിക്കാൻ, നമുക്കറിയാലോ നമ്മളൊക്കെ ഈ മദ്രസ തലം ഇവിടെ വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പരിശുദ്ധമായ രീതിയിൽ നമുക്കൊക്കെ നിൽക്കാൻ കഴിഞ്ഞതെങ്കിൽ, ഭൗതികമായ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അത്തരം വലിയ പദ്ധതികളുമായി നമ്മുടെ മുന്നിട്ട് വരുമ്പോൾ അതിനൊക്കെ വലിയ ദാനധർമ്മങ്ങൾ ഇന്നലകളിൽ നടത്തിയത് നമ്മളെ പോലത്തെ സാധാരണക്കാരമായിട്ടുള്ള ആളുകളാണ്. നമ്മളെ പോലത്തെ ഒരുപാട് അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ്. നമ്മളാൽ കഴിയുന്ന ഒരു സഹായം പരിശുദ്ധ ദീനിന്റെ ലക്ഷ്യം വെച്ച് നമ്മളൊക്കെ ആ സംവിധാനത്തിനോട് സഹകരിക്കുക. അതുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ സമീപിക്കുമ്പോൾ ആ കാര്യം നിങ്ങളൊക്കെ കണക്കിലെടുത്ത് അതിനോട് ദാനധർമ്മം നൽകണമെന്നും ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ യഥാർത്ഥ ഇസ്ലാമിന്റെ മുഖം കൊണ്ട് നടക്കാൻ നമുക്കും ആ സംവിധാനങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.